ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് വിലയിരുത്തുമ്പോൾ ഗൗതം വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ സഞ്ചരിച്ച് അവിടുത്തെ പ്രചാരണം മാത്രമല്ല കണ്ടത്, അവിടുത്തെ വികസനവും. ഇതെടുത്തു ചോദിക്കാനുള്ള കാരണം മോദി ബ്രാൻഡ് എന്ന് നമ്മൾ സംസാരിച്ചു, വികസിത് ഭാരത് എന്നുള്ളത് സംസാരിച്ചു. അപ്പോൾ ഗൗതം കണ്ട വികസന കാഴ്ചകൾ ഒന്ന് ചുരുക്കി പറയാമോ? അതിനുശേഷം അതിഥികളിലേക്ക് പോകാനായിട്ടാണ്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ബ്യൂറോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു സംസ്ഥാനം, ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റ് അടങ്ങുന്ന സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിനെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഭാരതത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് വ്യക്തമാകും എന്നതുകൊണ്ട് തന്നെ യു പിയിൽ കണ്ട കാഴ്ചകൾ, ഈ 80 ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ ഒരുപക്ഷേ 75-നും 80-നും ഇടയിൽ സീറ്റുകൾ പോലും BJP നേടിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഈ വലിയ തരംഗം ഉത്തർപ്രദേശിൽ കണ്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം 2 പ്രധാനപ്പെട്ട ഫാക്ടറുകൾ. ഒന്ന് മോദി ഫാക്ടർ, മറ്റൊന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് അവിടെയുള്ള വലിയ ജനസ്വാധീനം. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് താഴെ തട്ടിൽ നടപ്പാക്കിയിട്ടുള്ള വികസനമാണ്. നമുക്കറിയാം ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഏറെ പിന്നോക്കം നിന്നിട്ടുള്ള സംസ്ഥാനമാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വളരെ പിന്നിലായിരുന്ന സംസ്ഥാനമാണ്. അവിടേക്ക് നല്ല റോഡുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ വീടുകൾ, ഭവനരഹിതരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നൽകുന്നു. ആരോഗ്യ മേഖലയിൽ ഏതാണ്ട് 76 ജില്ലകളുള്ള ഉത്തർപ്രദേശിൽ ആദ്യമായി ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ എത്തുന്നു. ഒപ്പം ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ലോ ആൻഡ് ഓർഡർ എങ്ങനെ കൃത്യമായി നടപ്പാക്കണം എന്നത് UPയെ കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ അടിസ്ഥാന സൗകര്യ വികസനം, ക്രമസമാധാന പാലനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നമ്മൾ സാധാരണ ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ പൊതുസമൂഹം തുടർഭരണം വേണം എന്ന വികാരം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ബഹുഭൂരിപക്ഷം ആളുകളും നരേന്ദ്രമോദിക്ക് ഏതാണ്ട് 90-നും 100-നും ഇടയിൽ മാർക്ക് നൽകുന്ന ഘട്ടത്തിൽ ചില ആളുകൾ, ഒരുപക്ഷെ ഭൂരിപക്ഷം ആളുകളും മോദി ഭരണം, മോദി ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾക്ക് കുറച്ച് അതൃപ്തിയൊക്കെ ഉണ്ടെങ്കിലും അവർ തന്നെ പറയുന്നത് മുൻ പ്രധാനമന്ത്രിമാരെയും അല്ലെങ്കിൽ മുൻ സർക്കാരുകളെയും താരതമ്യം ചെയ്യുമ്പോൾ ഈ സർക്കാർ ഒരുപാട് മുന്നിലാണ്. അപ്പോൾ നമ്മൾ ഈ UPയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഉത്തരഭാരതത്തിലെ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 2 തരത്തിലുള്ള അഭിപ്രായം പറയുന്ന ആളുകളാണ്. ഒന്ന്, നരേന്ദ്രമോദി എന്ന നേതാവ് അത് ഏറ്റവും ബെസ്റ്റാണ്. കഴിഞ്ഞ 14 പ്രധാനമന്ത്രിമാരെ പരിശോധിച്ച് കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും ഞങ്ങൾ നൽകുന്നത് നരേന്ദ്രമോദിക്കാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. അതോടൊപ്പം രണ്ടാമത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകൾ, അവർക്ക് കുറച്ച് അതൃപ്തിയും കാര്യങ്ങളുമൊക്കെ സ്വാഭാവികമായും സർക്കാരുകളോട് ഉണ്ടായേക്കാം. പക്ഷേ അവരും പറയുന്നത് ഞങ്ങൾ വോട്ട് മോദിക്കേ ചെയ്യത്തുള്ളൂ, വേറെ ആർക്കും വോട്ട് ചെയ്യത്തില്ല. കാരണം താരതമ്യം ചെയ്യുമ്പോൾ, മുൻ സർക്കാരുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സർക്കാർ ഒരുപാട് ഭേദപ്പെട്ടതാണ്. അങ്ങനെ ഈ 2 തരത്തിലുള്ള ആളുകളാണ്. അതല്ലാതെ നമുക്കൊരിക്കലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൂടെ സന്ദർശിക്കുമ്പോൾ ഈ സർക്കാരെ മാറണം, അതല്ലെങ്കിൽ നരേന്ദ്രമോദി പൂർണ്ണമായ പരാജയമാണ്, അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ പരീക്ഷിക്കണം എന്ന വികാരം മുന്നോട്ട് വയ്ക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്ന വസ്തുതയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ മറ്റ് മലയാളം മാധ്യമങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിക്കെതിരെ വലിയ വികാരം ഉത്തരേന്ത്യയിലും മറ്റും ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അടിസ്ഥാനപരമായി സാധാരണ ജനങ്ങളോട് സംസാരിച്ച് അവരുടെ വികാരം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു. അതാണിപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ഏതാണ്ട് സമാനമായ കാര്യങ്ങളാണ്.